നമസ്കാരം. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CPO ശ്യാം പ്രസാദ് തെള്ളകത്തെ തട്ടുകടയിൽ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണവുമായി പോലീസ്. പ്രതി ജിബിൻ ജോർജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. 7 കേസുകളിൽ പ്രതിയായ കൊടും കുറ്റവാളി ജിബിൻ ജോർജിന് ജാമ്യം കിട്ടുന്നതിന് മുൻപ് പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മറ്റൊരു തട്ടുകട ഉടമയുടെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് തെള്ളകത്തെ തട്ടുകടയിൽ ജിബിൻ ജോർജ് സംഘർഷമുണ്ടാക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ മേൽനോട്ടത്തിൽ ഏറ്റുമാനൂർ SHO നടത്തുന്ന അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് നീക്കം. ഉടൻ തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. മറ്റൊരു തട്ടുകടക്കാരന്റെ കൊട്ടേഷൻ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചാൽ കേസിൽ കൂടുതൽ പ്രതികളുണ്ടാകും. തട്ടുകട ഉടമകൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടാണ് പ്രതി സംഘർഷം സൃഷ്ടിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. മറ്റൊരു തട്ടുകടക്കാരൻ പറഞ്ഞതനുസരിച്ച് കൊട്ടേഷൻ ഏറ്റെടുത്ത് വന്ന ജിബിൻ കടയ്ക്ക് മുന്നിലെത്തി സംഘർഷമുണ്ടാക്കിയെന്നാണ് നടത്തിപ്പുകാരിയായ സാലിയുടെ മൊഴി. ഫോൺ രേഖകൾ പരിശോധിച്ച് ഇത് ഉറപ്പിക്കും. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറും സിവിൽ പോലീസ് ഓഫീസറുമായ ശ്യാം പ്രസാദ് തട്ടുകടക്കാരൻ ജിബിനും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനിടയിലാണ് ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. വഴിയരികിലിട്ട് തുടർച്ചയായി നെഞ്ചിൽ ചവിട്ടിയതോടെ വാരിയിൽ ഒടിഞ്ഞു കയറി ശ്വാസകോശത്തിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. ഇന്നലെ രാത്രി 7 മണിയോടെ ശ്യാമപ്രസാദിന്റെ മൃതദേഹം സംസ്കരിച്ചിരുന്നു. ഉദ്യോഗസ്ഥനെ ആക്രമിച്ച പ്രതി നിലത്ത് വീണ ഉടനെ ചവിട്ടി പരിക്കേൽപ്പിച്ചു. തളർന്നു വീണ ശ്യാമപ്രസാദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മിനിഞ്ഞാന്ന് അർദ്ധരാത്രിയോടെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങും വഴി ശ്യാം പ്രസാദ് തെള്ളകത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് അവിടെ വെച്ച് സംഘർഷം കാണുന്നത്. തട്ടുകട നടത്തുന്നയാളോട് ജിബിൻ കയർക്കുന്നതിനിടെ കടക്കാരൻ ഇതൊരു പോലീസുകാരനാണെന്ന് അറിയിക്കുന്നു. ഇതേ തുടർന്ന് ജിബിൻ കൂടുതൽ പ്രകോപിതനാകുകയും പോലീസുകാരനാണെങ്കിൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ജിബിനും ശ്യാമപ്രസാദും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇത് ഉന്തും തള്ളുമായി മാറിയ വേളയിൽ ശ്യാമപ്രസാദ് താഴെ വീഴുകയും ഉടൻ ജിബിൻ ശക്തമായി ചവിട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഉടൻ പ്രദേശത്ത് നൈറ്റ് പെട്രോളിംഗ് നടത്തിയിരുന്ന പോലീസുകാർ സ്ഥലത്തെത്തി ശ്യാമപ്രസാദിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി തന്നെ പ്രതിയെ പോലീസുകാർ ഓടിച്ചിട്ട് പിടികൂടുകയും ചെയ്തു. അതേസമയം മർദ്ദനമേറ്റിട്ടും മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും തന്റെ കർത്തവ്യത്തിൽ നിന്നും പിന്മാറാതെ പ്രതിയെ പിടികൂടാൻ ശ്യാമും പിന്നാലെ ഓടാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാർ തടഞ്ഞിരുന്നു. മരിക്കുന്നതിന് മുമ്പ് മർദ്ദനമേറ്റ ശ്യാം പ്രസാദിനെ ജീപ്പിലെത്തിയ ശേഷം മറ്റ് 2 പോലീസുകാരും SHOയ്ക്ക് പിന്നാലെ പ്രതിയെ പിടികൂടാൻ പോയിരുന്നു. ഇവരെ കൂടാതെ അരുൺ പ്രകാശ് എന്ന പോലീസുകാരനും ഒപ്പം ഉണ്ടായിരുന്നു. തിരികെ എത്തിയപ്പോഴാണ് ശ്യാം പ്രസാദ് വാഹനത്തിൽ തന്നെ കുഴഞ്ഞു വീണെന്ന് പോലീസുകാർ മനസ്സിലാകുന്നത്. തൊട്ടടുത്തുള്ള കാരിത്താസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായി 4 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കൊടും കുറ്റവാളിക്ക് പിന്നാലെ ഓടുമ്പോൾ സ്വന്തം ജീവനെക്കുറിച്ച് ഓർത്തിരുന്നില്ലെന്ന് കുമരകം പോലീസ് സ്റ്റേഷനിലെ SHO K. ഷിജി പറയുന്നു. അയാളുടെ കയ്യിൽ ആയുധം കണ്ടേക്കാം, പിന്നാലെ ചെല്ലുമ്പോൾ ആക്രമിച്ചേക്കാം. ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അക്രമിയെ പിടികൂടുക എന്നതായിരുന്നു ലക്ഷ്യം. ശ്യാം പ്രസാദിനെ ചവിട്ടി വീഴ്ത്തിയ സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ ഷിജി സ്ഥലത്തെത്തി. സബ് ഡിവിഷൻ നൈറ്റ് ഓഫീസറായ ഷിജി പെട്രോളിംഗ് നടത്തി വരുന്നതിനിടയിലാണ് വന്നത്. ശ്യാം പ്രസാദിനെ തിരിച്ചറിഞ്ഞ പോലീസ് വെള്ളം കൊടുത്തു. ഈ സമയം ജിബിൻ ജോർജ് റെയിൽവേ പാളം കടന്ന് സമീപത്തെ പുരയിടത്തിലേക്ക് ഓടി. പിന്നാലെ ഷിജിയും ഓടുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി. ഈ സമയം കൂടെയുണ്ടായിരുന്ന 2 പോലീസുകാരും അവിടെ എത്തി. അതേസമയം ശ്യാം പ്രസാദിന്റെ മരണകാരണം മർദ്ദനമേറ്റതിനെ തുടർന്നാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേസിൽ അറസ്റ്റിലായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കോക്കാടൻ എന്ന പേരിൽ അറിയുന്ന ജിബിൻ സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിലുള്ളയാളാണ്. ലഹരിക്കടത്ത്, കഞ്ചാവ് കേസിലെ പ്രതിയുമാണ്.